ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളോട് ആരെങ്കിലും ഇതിനു മുമ്പ് നിങ്ങൾ എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കുന്നതെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വളർന്നതെന്നോ സാമ്പത്തികമായി രക്ഷപ്പെട്ടതെന്നോ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ വല്ലതുമുണ്ടോ, അതുപോലെ തന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കുന്നതെന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാവാം അല്ലേ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് സാമ്പത്തികമായി രക്ഷപ്പെടണം. നമ്മുടെ സമ്പത്തിനെ എങ്ങനെ നമുക്ക് വളർത്തുവാൻ കഴിയും, അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായി രക്ഷപ്പെടുവാൻ ഏത് വഴി നമ്മൾ തിരഞ്ഞെടുക്കണം. എല്ലാവരും ചെയ്യുന്ന പോലെ 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രി, മറ്റു പ്രൊഫഷണൽ കോഴ്സുകളെല്ലാം കഴിഞ്ഞിട്ടും സാമ്പത്തികമായി രക്ഷപ്പെടുന്നില്ല എന്ന് ചിലർ പരിതപിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാവാം അല്ലേ. അപ്പോൾ നമുക്ക് സാധാരണയായി നമ്മൾ സാമ്പത്തികമായി രക്ഷപ്പെടുവാൻ തിരഞ്ഞെടുക്കുന്ന വഴികൾ എന്തൊക്കെയാണ്? ചില ആളുകൾ ബിസിനസ് ചെയ്യും, അതുപോലെ തന്നെ ചില ആളുകൾ സാധാരണ വൈറ്റ് കോളർ ജോബിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ചില ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ബോണ്ട്, റിയൽ എസ്റ്റേറ്റ്, ഇൻഷുറൻസ്, ഫോറക്സ്, ഫ്യൂച്ചേഴ്സ്, ഇനി പുതുതായി വന്നിട്ടുള്ള ഡിജിറ്റൽ കറൻസി അഥവാ ക്രിപ്റ്റോ കറൻസി മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകളുമുണ്ട്. നിങ്ങൾ എന്നോടൊരു കാര്യം ഓപ്പണായി പറയണം, നിങ്ങൾ ഇതിൽ ഏത് വഴിയാണ് പിന്തുടരുന്നത്? അതല്ല സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണോ? അതെല്ലാം നിങ്ങൾ ഈ വീഡിയോക്ക് ആദ്യം തന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഒരിക്കലും എഴുതാൻ മടിക്കരുത്. ഞാൻ നിങ്ങൾക്ക് ഇതിന് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ എന്നോട് കഴിവിൻ്റെ പരമാവധി ഞാൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് മറുപടി നൽകാം. നമുക്കറിയാം, നാം ആദ്യമായി സംസാരിക്കുന്നത് പരമ്പരാഗത ധനകാര്യം എന്നുള്ള ഒരു ടോപ്പിക്കിലൂടെയാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. നമുക്കറിയാം, നിക്ഷേപങ്ങൾ തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഓർക്കുന്നത് ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റാണ്. നമുക്കറിയാം, ഈ ഒരു ചാനലിൽ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഒരുപാട് ആളുകൾ ഇത്തരം സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട്. സാധാരണക്കാരന് ഏറ്റവും എളുപ്പം പ്രവേശിക്കാവുന്ന ഒരു ഏരിയയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. പക്ഷേ നിങ്ങൾക്കറിയുമോ, മിക്ക റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും സ്ഥിരം ലാഭം ഉണ്ടാകാറില്ല എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രത്യേകത. കാരണം സ്റ്റോക്ക് മാർക്കറ്റിന് പിന്നിൽ വലിയ മൂലധനത്തിൻ്റെ കളിയാണ് നടക്കുന്നത്. ചെറുകിട നിക്ഷേപകർക്ക് പലപ്പോഴും നിയമങ്ങൾ വിരുദ്ധമായിരിക്കും. നിങ്ങൾ മാർക്കറ്റിൽ ആദ്യമായി പ്രവേശിക്കുമ്പോൾ എൻഡ്ലെസ് ട്യൂട്ടോറിയൽസ് നിങ്ങൾ കണ്ടിരിക്കും. ചാർട്ട് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, എങ്ങനെ വായിക്കാം എന്നുള്ളത്, അതുപോലെ തന്നെ മാർക്കറ്റ് മൂവ്മെൻറ്റ് എങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. പക്ഷേ സത്യത്തിൽ വലിയ ക്യാപിറ്റൽ ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു കളിയിൽ ലോങ് ടേം വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ബ്ലൈൻഡ് എൻട്രി നടത്തുന്നത് തെറ്റാണ് എന്നാണ് ഞാൻ പറയുന്നത്. സ്ട്രാറ്റജി, പേഷ്യൻസ്, റിസ്ക് കൺട്രോൾ ഇവ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മേഖലയിൽ വിജയിക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് ഞാൻ ട്രഡീഷണൽ ഫിനാൻസിനെ കുറിച്ച് ഡീപ്പായിട്ട് പോകുന്നില്ല. അത് നമുക്ക് വേറൊരു ദിവസം ഞാൻ വളരെ വിശദമായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ നിങ്ങൾക്കിത് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ടെലഗ്രാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഇന്ന് ഓൾറെഡി ഒരു 50,000-ലധികം ക്വാളിറ്റി മെമ്പേഴ്സ് ഓൾറെഡി ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പുകളാണത്. നിങ്ങൾക്ക് അത്തരത്തിൽ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഡിജിറ്റൽ ഫൈനാൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ പാർട്ടായിട്ട് വരുന്നതും. നാം എല്ലാവരും ബിറ്റ്കോയിൻ പ്രൈസ് റൈസ് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. പക്ഷേ അതിന് പിന്നിൽ റിയൽ റീസൺ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അടുത്തിടെ US സ്റ്റേബിൾ കോയിൻ ലോ പാസ് ചെയ്തിട്ടുണ്ട്. അതൊരു ആക്സിഡൻ്റ് അല്ല, അതൊരു സ്ട്രാറ്റജിയാണ്. സത്യത്തിൽ US എക്കണോമിയുടെ പവർ നിലനിർത്തുവാൻ വേണ്ടി ഡിജിറ്റൽ ഫൈനാൻസ് യൂസ് ചെയ്യുകയാണവർ. നമുക്കതിൻ്റെ ജസ്റ്റ് ഒരു ഹിസ്റ്ററി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 1944 ബ്രിട്ടൻ വുഡ്സ് സിസ്റ്റം അവർ ഇംപ്ലിമെൻ്റ് ചെയ്തു. അതായത് ഡോളർ ഗോൾഡിൽ ബന്ധിപ്പിച്ചു. 1971 ഈ ഒരു സിസ്റ്റം തകർന്നു. എന്നാൽ അവർ മറ്റൊരു സിസ്റ്റമാണ് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. ഡോളർ ഓയിലുമായി ബന്ധിപ്പിച്ചു പെട്രോ ഡോളർ സിസ്റ്റം ഉണ്ടാക്കി. എന്നാൽ ഇന്നത്തെ കാലത്ത്
സ്റ്റേബിൾ കോയിൻ, താരിഫ് എന്നിവ വഴി വീണ്ടും ഡോളറിൻ്റെ ഗ്ലോബൽ പവർ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതായത് സ്വിഫ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് റഷ്യയെ റിമൂവ് ചെയ്ത സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതാണ് US ഡോളർ വീപ്പണായി ഉപയോഗിക്കുന്ന ക്ലാസിക് എക്സാമ്പിൾ. സെറ്റിൽമെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുക, റിവേഴ്സ് ഫ്രീസ് ചെയ്യുക, എക്കണോമി ഡൗൺ ചെയ്യുക. ഭാവിയുടെ അപകടങ്ങളായി നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് സ്റ്റേബിൾ കോയിൻസ് ലോകമെമ്പാടും ആക്സെപ്റ്റ് ആയി കഴിഞ്ഞാൽ പല രാജ്യങ്ങളും അവരുടെ എക്കണോമിക് ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെടുത്തും. കാരണം പേയ്മെൻറ്റ് സിസ്റ്റം തന്നെ US-ൻ്റെ കൺട്രോളിൽ പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ പോലത്തെ രാജ്യങ്ങൾ ക്രിപ്റ്റോയെ സ്ട്രിക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നത്. കാരണം ഇപ്പോഴും ഇതെല്ലാം ഒരു പരീക്ഷണ ഘട്ടത്തിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിപ്റ്റോ എന്നുള്ളത് നമുക്കറിയാം വലിയ അത്ഭുതങ്ങളുടെ കലവറയാണ്. ഒരു ദിവസം താഴെ നിന്നും റോക്കറ്റ് കണക്കെ കുതിച്ചുയർന്നുകൊണ്ട് വളരെ വലിയൊരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഈ ഒരു ക്രിപ്റ്റോ മേഖലയെക്കുറിച്ച് നിങ്ങൾ ശരിക്കും പഠിച്ചിരിക്കണം. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇൻകം ഏൺ ചെയ്യുവാൻ കഴിയും പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനും നമുക്കൊരുപാട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളുണ്ട്. വാട്സപ്പിലായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ടെലഗ്രാമിലായി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ശരിക്കും പഠിക്കണമെന്നുണ്ടെങ്കിൽ പല ആളുകളും പറയും ക്രിപ്റ്റോയൊക്കെ തട്ടിപ്പാണ്, അതല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഒന്നും പോയിട്ട് ഒരു കാര്യവുമില്ല, നിങ്ങൾക്ക് പണം നഷ്ടപ്പെടും. പക്ഷെ അതിൻ്റേതായ സ്ട്രാറ്റജിയോടുകൂടി നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലാഭമുണ്ടാക്കുവാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ എൻ്റെ സമ്പാദ്യത്തിൽ ഭൂരിഭാഗവും ഉണ്ടാക്കിയിരിക്കുന്നത് ട്രേഡിംഗ് മേഖലയിൽ നിന്ന് തന്നെയാണ്. അത് ക്രിപ്റ്റോയിലുണ്ട്, ഫോറക്സിൽ നിന്നുമുണ്ട്, സ്റ്റോക്ക് ആൻഡ് കൊമോഡിറ്റി മാർക്കറ്റിൽ നിന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മേഖലയെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു മേഖലയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, ഫിനാൻസ് നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമാണ്. ട്രഡീഷണൽ ഫിനാൻസും ഡിജിറ്റൽ ഫിനാൻസും രണ്ടും മനസ്സിലാക്കുന്നത് മാത്രമാണ് നമ്മുടെ വെൽത്ത് ശരിയായിട്ട് മാനേജ് ചെയ്യാനുള്ള വഴി. വരാനിരിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് എക്കണോമിയിൽ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇൻഫോംഡായി തുടരുന്നത് മാത്രമാണ് സേഫ്റ്റി എന്ന് മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയുവാനുള്ളത്. കൂടുതൽ ഇൻസൈറ്റ് അറിയുവാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുകയും വേണം. കാരണം നമുക്കറിയാം ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ വീഡിയോസ് നല്ല വ്യൂസും കിട്ടുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ അങ്ങ് പോകുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളുടെയോടുള്ള ഒരു ആത്മാർത്ഥത നിങ്ങൾക്ക് നമ്മോടും ഉണ്ടാവണമെന്ന് മാത്രമാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നത്. കാരണം വ്യത്യസ്തങ്ങളായിട്ടുള്ള പല പ്രൊജക്റ്റുകളും നമുക്ക് പെട്ടെന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുവാൻ കഴിയുന്നത്, ട്രേഡിങ്ങിൻ്റെ ബേസിക് അറിയാതെ പോലും നമുക്ക് ട്രേഡിങ്ങിലൂടെ വരുമാനം ഉണ്ടാക്കുവാൻ കഴിയുന്നതായിട്ടുള്ള പ്രൊജക്റ്റുകൾ, അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നു. അതിൽ തന്നെ നമുക്ക് റിസ്ക് കൂടുതലുള്ളതുണ്ട്, അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി റിസ്ക് കുറവുള്ളതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് 100% മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ ആ വീഡിയോയിൽ കൊടുക്കുന്ന കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നും അതുപോലെ അതിനെക്കുറിച്ച് ഡെപ്തിൽ നിങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ വേണം ഇത്തരം പ്രൊജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുവാനെന്നും ഞാൻ നിങ്ങളോട് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ കൂടെ പറയുകയാണ്. സോ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി കണ്ടന്റുമായി നമുക്ക് കാണാം. ബൈ.